ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് കാണുന്നത് എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ ഒന്ന് പറഞ്ഞു തരുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പം ഞാനിന്ന് എനിക്ക് രാത്രി ചെയ്യേണ്ട ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ ചെയ്യാം. മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ എപ്പോഴെങ്കിലും ചെയ്യാം. സോ അപ്പം ഞാൻ രാത്രി എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്ന് ഞാൻ പറയാം. ഓക്കെ, ഞാൻ ആദ്യം ഫേസ് വാഷ് ചെയ്യുന്നത് ഈ ഒരു കെമിസ്പ്ലേയുടെ സാലിസിലിക് ആസിഡിൻ്റെ പ്ലസ് എസൈലിക് ആസിഡ് സിക്ക. കാരണം എൻ്റെ കുറച്ചും കൂടിയും ആക്നെ പ്രോൺ സ്കിന്നാണ്. അത് മാത്രമല്ല പെട്ടെന്ന് ഇറിറ്റേഷൻസ് വരുന്ന ഒരു സ്കിന്നാണ്, റെഡ്നെസ് ഒക്കെ പെട്ടെന്ന് വരും. സോ ഇത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് അതിൽ നിന്ന് ഒരു കുറവുണ്ട്. ഓവർ ഡ്രൈ ആക്കത്തില്ല ഈ ഒരു ഫേസ് വാഷ്. ഈ ഒരു ഫേസ് വാഷ് നമ്മുടെ സ്കിന്ന് ഓവർ ഡ്രൈ ആക്കത്തില്ല. ഓവർ ഡ്രൈ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലവർക്ക് റെഡ്നെസ് വരും സ്കിന്നിൽ. സോ ഇത് ഞാൻ മോർണിംഗ് ചെയ്ത സ്കിൻ കെയർ ആണ്. ഞാൻ അതുവരെ ഫേസ് നമ്മളെപ്പോഴും വാഷ് ചെയ്യാതിരിക്കുക, അതാണ് എനിക്ക് ബെസ്റ്റ് അഡ്വൈസ് തരാറുള്ളത്. നമ്മൾ വാഷ് ചെയ്താലാണ് പിമ്പിൾ മാറുക എന്നുള്ളൊരു മിത്ത്. അത് കംപ്ലീറ്റ് റോങ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനിത് സാലിസിലിക് ആസിഡിന്റെ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് കഴുകിയിട്ട് വരാം. ഓക്കെ, അപ്പൊ ഫേസ് നമ്മൾ നല്ലപോലെ കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം ഇത്. അപ്പൊ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഫേസ് ഷോപ്പിന്റെ ഒരു റൈസ് സെറാമൈഡിന്റെ ഒരു ടോണർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ടോണർ നമുക്ക് 3 ഡ്രോപ്പ് നമുക്ക് കയ്യിൽ ഇങ്ങനെ എടുത്താൽ മതി. 3 ഡ്രോപ്പ് കൈയൊക്കെ നല്ല പോലെ കഴുകിയതിന് ശേഷം, എന്നിട്ട് ഇത് നമ്മുടെ പോൾസ് കൂടുതലായിട്ടുള്ള ഏരിയയിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ ഈ ടോണർ നമ്മൾ അപ്ലൈ ചെയ്യുക. ത്രീ ഡ്രോപ്പാണ് ഞാൻ ഇതിന് എടുത്തിട്ടുള്ളൂ. നമ്മൾ ഈ ടോണർ യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് നമുക്ക് പോൾസ് നല്ലപോലെ ഒക്കെ ഉള്ളവർക്ക് അത് കുറച്ചും കൂടി ഷ്രിങ്ക് ആയിട്ടൊരു ഫീലിംഗ് വരും. നമുക്ക് പോൾസ് ഒക്കെ കുറച്ചും കൂടി ഒന്ന് ക്ലോസ് ആയ പോലെ ഒരു ഫീലിംഗ് വരും. അതിനാണ് ടോണർ യൂസ് ചെയ്യുന്നത്. ഇത് കറക്റ്റ് നല്ലൊരു ടോണറാണ്, റൈസ് സെറാമൈഡ് ഫേസ് ഷോപ്പിൻ്റെ ആണിത്. സോ ഇത് മേടിച്ചിട്ട് ഇതൊരു ഓൾമോസ്റ്റ് ഒരു 4 മാസമായി. 4 മാസം ഇത് നമുക്ക്, എന്നിട്ട് ഇപ്പം ഇത്രയും ഉണ്ട് ക്വാണ്ടിറ്റി. ഇപ്പം ഇവിടെ വരെ ഉണ്ടെന്ന് തോന്നുന്നു. സോ 4 മാസമായി ഞാനിത് മേടിച്ചിട്ട്. കുറേ നാളിത് നിൽക്കും നമുക്ക്. ഇനി ഇതൊരു 5 സെക്കൻഡ് നമ്മൾ ഇങ്ങനെ തന്നെ വെക്കണം. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഉപയോഗിക്കുന്നത് ഫേസ് ഷോപ്പിൻ്റെ തന്നെയാണ്. ഇവരുടെ കൊളാജൻ്റെ ഒരു ഇതാണ്, പ്രൊമോഷനൊന്നുമല്ല, ഞാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അത് ഞാനൊരു ഇവിടെ ഒരു ഡ്രോപ്പ്, ഇവിടെ ഒരു ഡ്രോപ്പ്, ഇവിടെ ഒരു ഡ്രോപ്പ്, 3 ഡ്രോപ്പ് എടുക്കും. അതിനുശേഷം ചീക്കിൽ നല്ലതാണ്. കുറച്ചും കൂടി ഫേസ് ഒരു ഗ്ലോ വരാനും നമുക്ക് ഈ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഡിസപ്പിയർ ആവാനും ഇത് ഹെൽപ്പ് ചെയ്യും. സോ ഞാനിത് ഉപയോഗിക്കുന്നുണ്ട് കുറച്ച് നാളായിട്ടുള്ള. ഈ ഒരു കൊളാജൻ്റെ ഒരു സെറം ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ടോണർ ഇട്ടു, പിന്നെ ഇതിൻ്റെ സെറം, കൊളാജൻ്റെ സെറം അപ്ലൈ ചെയ്യും. അപ്പോൾ ഇതൊരു ഓൾമോസ്റ്റ് ഒരു 1 മിനിറ്റെങ്കിലും നിങ്ങളിത് ഹോൾഡ് ചെയ്ത് വെക്കണം. അതിനുശേഷം വീണ്ടും ഫേസ് ഷോപ്പിൻ്റെ തന്നെ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇത് റൈസ് സെറാമൈഡ് മോയ്സ്ചറൈസിങ് എമൽഷൻ ആണ്. ഇതിൻ്റെ ഒരു മുകളിലായിട്ടിടും. ഇത് ഒരു കുറച്ച് ക്വാണ്ടിറ്റി എടുത്താൽ മതി. ഇത് ഓൾമോസ്റ്റ് കുറേ കാലം നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇത് ഇത്രയൊന്നും ഞാൻ അപ്ലൈ ചെയ്യാറില്ല, എടുത്തത് കൂടിപ്പോയി കുറച്ച്. സോ ഈ ഏരിയയിലും നമ്മൾ അപ്ലൈ ചെയ്തു. സോ ഇതും നമ്മൾ അപ്ലൈ ചെയ്തു. ഇത് അപ്ലൈ ചെയ്ത് ഒരു 2 മിനിറ്റ്, ഏകദേശം ഒരു 2 മിനിറ്റ്
വെയിറ്റ് ചെയ്യാം. നല്ലപോലെ അബ്സോർബ് ആവട്ടെ. ഇത് 2 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. ഓൾമോസ്റ്റ് ഒരു 2 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ഒരു കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതാണ് പോൺസിൻ്റെ ഹൈലൂറോണിക് ആസിഡ്. ഇത് ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഏത് ക്രീം തേച്ചാലും ഞാൻ ഈ ഒരു ഇത് തേക്കാറുണ്ട്. സോ ഇത് ഹൈലൂറോണിക് ആസിഡ് ആയതുകൊണ്ട് ഇത് എക്സ്ട്രാ ഹൈഡ്രേഷൻ, നമ്മുടെ ഫേസിൽ ഹൈഡ്രേഷൻ ഇമ്പ്രൂവ് ചെയ്യും, ഡ്രൈ ആക്കത്തില്ല പെട്ടെന്ന്. സോ ഞാനിതും ഇതിൻ്റെ മേളിൽ കൂടെ അപ്ലൈ ചെയ്തിട്ടാണ്. ഇതൊരു ടിപ്പാണ് കേട്ടോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹൈഡ്രേഷൻ ആയിരിക്കും. നമുക്ക് നൈറ്റിലൊക്കെ ഫേസൊക്കെ അത്ര ഡ്രൈ ആയി പോകത്തില്ല. ഇങ്ങനെ ഡ്രൈ ആയി പോകുന്നവർക്കൊക്കെ ഈ ഒരു സിമ്പിൾ ടിപ്പ് ഉപയോഗിക്കാം. സോ നെക്കിലും കുറച്ച് ക്വാണ്ടിറ്റിയിൽ അപ്ലൈ ചെയ്യാം. സോ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഒരു കൊറിയൻ ഫീൽ, ഗ്ലാസ് സ്കിന്ന് പോലെയായി. സോ ഞാനിത് പ്രൊമോഷൻ അല്ല, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഒക്കെ മേടിക്കുക, ചെയ്യുക. ഇപ്പം എല്ലാവരും എന്നോട് ചോദിച്ച കാരണം മാത്രമാണ് ഞാൻ ഈ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ആഡ് ചെയ്തത്. മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനും ഞാൻ ആഡ് ചെയ്യാം. സോ ഇതോടുകൂടി എൻ്റെ സ്കിൻ കെയർ കഴിഞ്ഞു. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ എത്ര സ്കിൻ കെയർ ചെയ്തിട്ടും കാര്യമില്ല. ചില സമയത്ത് എൻ്റെ ഡയറ്റിൽ വരുന്ന മിസ്റ്റേക്ക് എൻ്റെ മുഖത്ത് കാണിക്കാറുണ്ട്, ഡള്ളാവാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഡയറ്റും സ്കിന്നിൻ്റെ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും ഡയറ്റ് പ്രോപ്പറാക്കാൻ ശ്രമിക്കുക. നമ്മുടെ വൈറ്റമിൻസ് എല്ലാം കറക്റ്റായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് വേണം നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട്. സോ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹെൽത്തി, ബൈ.